Web programming using PHP. PHP the fourth module, first part. Advanced PHP is working with PHP, passing information between pages, HTTP, GET, POST methods. ഒരു വെബ് പേജിൽ നിന്ന് കണ്ടന്റ് അതിലുള്ള ഡാറ്റകളൊക്കെ സെർവറിലോട്ട് അല്ലെങ്കിൽ വേറൊരു പേജിലോട്ട് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും, എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ഗെറ്റ്, പോസ്റ്റ്. ഇതിന്റെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Passing information between pages. Catch the variable entered from one page to the next. ഇപ്പോൾ നമ്മൾ കറന്റ് ആയി റൺ ചെയ്യുന്ന വെബ് പേജിൽ നിന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കണ്ടന്റ് വേറൊരു പേജിലോട്ടോ അല്ലെങ്കിൽ സെർവറിലോട്ടോ പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, അത് പിക്ക് ചെയ്യണം. ആ ഒരു വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ പിക്ക് ചെയ്യണം. ഒരു ലോഗിൻ വിൻഡോ അല്ലെങ്കിൽ നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുള്ളി കണക്റ്റഡ് ടു എന്ന് പറഞ്ഞ് സക്സസ്ഫുള്ളി ആഡഡ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ആ കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്തു, വേറൊരു ഭാഗത്തേക്ക് സേവ് ചെയ്തു അല്ലെങ്കിൽ വേറൊരു പേജിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടന്റ് ചെയ്യാൻ മൂവ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു വാല്യൂസ് പിക്ക് ചെയ്യണം. ക്യാച്ച് ദ വേരിയബിൾസ്. ആ വേരിയബിൾസ് എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം വേരിയബിൾസ് ആക്സസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇറ്റ് വിൽ അവൈലബിൾ ഫോർ ഫർദർ യൂസ്. നമ്മളൊരു 25 എന്ന് പറഞ്ഞ നമ്പർ ഒരു എ എന്ന് പറഞ്ഞ വേരിയബിൾക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ A+1 കൊടുത്താൽ ആ 25 ഉള്ളത് എന്തായി മാറും, 26 ആയി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫർദർ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്യുക, ആ വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് വേറൊരു പേജിലോട്ടോ അതിന് സെർവറിലോട്ടോ അല്ലെങ്കിൽ ആ കണ്ടന്റ് വീണ്ടും അപ്ഡേഷൻ നടത്താനോ ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പോസിബിൾ ആണ്. സോ ഫർദർ യൂസിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ടെക്നോളജീസ് ആർ ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ്സ്. ഇങ്ങനെ കറന്റ് വെബ് പേജിൽ നിന്ന് ഡാറ്റ പിക്ക് ചെയ്യാൻ, ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടന്റ് ആണ് ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കണ്ടന്റ്, ഒരു വെബ് പേജിലെ കണ്ടന്റ് വേറൊരു പേജിലോട്ടോ അല്ലെങ്കിൽ സെർവറിലോട്ടോ സേവ് ചെയ്യുന്നത്. ഗെറ്റ്, പോസ്റ്റ് മെത്തേഡ്സ്. സോ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്നതും കറന്റ് വെബ് പേജിലെ കണ്ടന്റ്, ആ കണ്ടന്റ് വേറൊരു പേജിലോട്ട് പാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ ആർ വിസിബിൾ ടു എവരി വൺ. അതാണ് ഗെറ്റ് മെത്തേഡിന്റെ കണ്ടന്റ് വരുന്നത്. ഇൻഫർമേഷൻസ് ആർ വിസിബിൾ ടു, എല്ലാവർക്കും കാണാൻ പറ്റും. ഇതിൽ ഏത് ഗെറ്റ് ഉപയോഗിച്ച് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഏതൊക്കെയാണ് പാസ് ചെയ്ത വാല്യൂസ് എന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച ഇൻഫർമേഷൻ ആർ നോട്ട് വിസിബിൾ ടു എവരി വൺ. എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഓക്കെ, സെർവർ മെഷീനിലോട്ട് ഏത് ഡാറ്റയിലോട്ട് വരുന്നത് ആ ഒരു കൺസേൺ പേഴ്സൺക്ക് ആർക്കാണോ അവർക്ക് മാത്രമേ ഇത് ഡാറ്റ കാണാൻ പറ്റുള്ളൂ, എല്ലാവർക്കും കാണാൻ കഴിയില്ല. ദെൻ ഡിസ്പ്ലേഡ് ഇൻ ദ ടൈറ്റിൽ ബാർ. അപ്പൊ ഈ ഒരു പിക്ക് ചെയ്ത കണ്ടന്റ് ഏതൊക്കെ ഡാറ്റയാണ് ഇവിടുന്ന് പാസ് ചെയ്തത്, ആ കണ്ടന്റ് ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാം, ടൈറ്റിൽ ബാറിൽ ഒന്നും ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേ വരും. URL ഉണ്ടല്ലോ, URL ടൈപ്പ് ചെയ്യുന്ന അഡ്രസ് ബാർ, ആ അഡ്രസ് ബാറിൽ വ്യക്തമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ദെൻ നോട്ട് ഡിസ്പ്ലേഡ് ഇൻ ദ ടൈറ്റിൽ ബാർ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത URL അഡ്രസ് ബാറിൽ ഇത് കാണാൻ കഴിയില്ല കണ്ടന്റ്. നമുക്ക് ലാബിൽ ഇത് ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ, പ്രോഗ്രാം ചെയ്യുമ്പോൾ നോക്കാം. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ടു ബി സെൻഡ്, മാക്സിമം 2000 ക്യാരക്ടേഴ്സ്. ഇതില് ഗെറ്റ് ഉപയോഗിച്ച് ഡാറ്റ പിക്ക് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ആണ് 2000 ക്യാരക്ടേഴ്സ് മാത്രമേ പിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ പോസ്റ്റ് മെത്തേഡിൽ 8 MB എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി സെൻഡ്. അപ്പൊ ഇവിടെ 8 MB എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ കഴിയും. നോട്ട് ബി യൂസർ സെൻഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ബിക്കോസ് ദിസ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ URL. ഇൻഫർമേഷൻ ആർ വിസിബിൾ ടു എവരി വൺ. ആ കണ്ടന്റ് കൊണ്ട് തന്നെ സെൻസിറ്റീവ് ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യില്ല. ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡാറ്റ പിക്ക് ചെയ്യില്ല. യൂസർ ID, പാസ്വേഡ്, ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഗെറ്റ് മെത്തേഡ് അല്ല ഉപയോഗിക്കുക, പോസ്റ്റ് ഉപയോഗിക്കുക. കാരണം ഗെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഒക്കെ എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ പാസ്വേഡ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർ ആണ് വരിക. പക്ഷെ അത് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ആ URL കറക്റ്റ് ആയിട്ട് അവിടെ കാണാൻ പറ്റും ഏതാണ് പാസ്വേഡ്, ഏതാ യൂസർ നെയിം പിക്ക് ചെയ്ത്. ഗെറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവും. യൂസർ ഫോർ സെൻഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ബിക്കോസ് എന്തായിരിക്കും, ഈ കണ്ടന്റുകളൊന്നും ഇൻഫർമേഷൻസ് ആർ നോട്ട് വിസിബിൾ ടു എവരി വൺ. അതുകൊണ്ട് തന്നെ യൂസർ നെയിം, പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ആ പേജിലേക്ക് എന്താ ഉപയോഗിക്കുക, പോസ്റ്റ് മാത്രമേ ഉപയോഗിക്കൂ, ഗെറ്റ് ഉപയോഗിക്കില്ല. ദെൻ പോസിബിൾ ടു ബുക്ക് മാർക്ക് ദ പേജ്. നമുക്ക് ഓരോ പേജും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒരു പേജ് ലോഗിൻ ചെയ്തതിനു ശേഷം അത് ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പേജ് ഓപ്പൺ ആകുമ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത ആ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. സോ പോസിബിൾ ടു ബുക്ക് മാർക്ക് ദ പേജ്. ഇവിടെ പറഞ്ഞ പോസ്റ്റ് മെത്തേഡ് നോട്ട് പോസിബിൾ ടു ബുക്ക് മാർക്ക് ദ പേജ് ബിക്കോസ് എന്തായിരിക്കും, ആ യൂസർ നെയിം പാസ്വേഡും അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും ആ പേജിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ. അപ്പൊ ബുക്ക് മാർക്ക് ചെയ്യാതെ പോസിബിൾ അല്ല പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഗെറ്റ് മെത്തേഡിൽ ബുക്ക് മാർക്ക് പോസിബിൾ ആണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ വെരി ലാർജ് വേരിയബിൾ വാല്യൂസ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ വെരി ലാർജ് വേരിയബിൾ വാല്യൂസ്. അപ്പൊ വലിയ വാല്യൂസ് ഉണ്ടെങ്കിൽ പിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, 2000 ക്യാരക്ടേഴ്സ് മാത്രമേ പിക്ക് ചെയ്യാൻ കഴിയുള്ളൂ.
അല്ലെ, നോട്ട് suitable for very large variable values. ഇവിടെ suitable for very large values because 8 MB of amount information can send. നമുക്ക് പ്രോഗ്രാം കോഡ് നോക്കാം. അപ്പൊ അതിൽ ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ പറയണ്ട, നമുക്ക് നോക്കാം. ഈ കോഡ് നോക്കി, ഒരു ടെക്സ്റ്റ് ബോക്സിൽ നെയിം, എഫ് നെയിം അല്ലെ, ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്, അതിന് നെയിം കൊടുത്തു എഫ് നെയിം. അതുപോലെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തു. അവിടെ എന്താ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടെക്സ്റ്റ്, അത് ഇമെയിൽ എന്ന് പറഞ്ഞ നെയിം എൻ്റർ ചെയ്തു. ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആക്ഷൻ പറഞ്ഞത് ഏത് ആക്ഷനാ? ടു സ്പേസ് വെൽക്കം സ്പേസ് ഗെറ്റ് ഡോട്ട് പി എച്ച് പി. അപ്പൊ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഫോം ആക്ഷൻ, നമുക്ക് HTML പഠിച്ചാലോ ഫോം ആക്ഷൻ, ഈ ആക്ഷൻ എന്നുള്ള പോർഷനിൽ ഒരു URL ടൈപ്പ് ചെയ്യേണ്ടത്. ഏത് പേജാണോ, ഏത് പേജിലോട്ടാണ് കണ്ടന്റ് പോകേണ്ടത്, ആ പോകേണ്ട പേജാണ് ലോഡ് ചെയ്ത് തരിക. സോ ഒരു ലിങ്ക് ആണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുക. ആ ഒരു പേജാണ് ഓപ്പൺ ചെയ്ത് ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ഇവിടെ ഉണ്ട്. നോക്കി, ടു വെൽക്കം ഗെറ്റ് ഡോട്ട് പി എച്ച് പി, ഇതാണ് ഈ ഒരു ഫയൽ. അപ്പൊ ഈ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം, അതിൽ എന്തൊക്കെയുണ്ട്. ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ വേരിയബിളിലോട്ട് എഫ് നെയിം എന്നുള്ള ഡാറ്റ ഇവിടെ പിക്ക് ചെയ്യും. ഇവിടെ ഈ ഒരു കോഡ് ലോഗിൻ എന്ന പേജിൽ നമ്മൾ ഈ ഒരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബോക്സിൽ ഒരു നെയിം സെറ്റ് ചെയ്യുന്നത് എഫ് നെയിം. ആ എഫ് നെയിം ആണ് ഇവിടെ പോസ്റ്റ് മെത്തേഡ്, ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് റെഡി ചെയ്തത്. $$ ഗെറ്റ്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എഫ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്ത ആ ഒരു കണ്ടന്റ് ഈ വേരിയബിളിൽ കിട്ടും. ഇത് രണ്ടും സെപ്പറേറ്റ് ഫയലാണ് കണ്ടോ. എന്നാൽ പോലും ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സിലുള്ള കണ്ടന്റുകളെല്ലാം പിക്ക് ചെയ്യണം ഈ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവിടെ ഈ ഒരു പേജിലോട്ട് സെൻഡ് ചെയ്യണം. വെൽക്കം ഗെറ്റ് ഡോട്ട് പി എച്ച് പി എന്ന പേജ്. ആ പേജിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫ് നെയിം എവിടെ കിട്ടും? ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ കിട്ടും. അതുപോലെ ഇമെയിൽ, മൈ മെയിൽ എന്ന് പറഞ്ഞ വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ മൈ മെയിൽ ഇസ് ഈക്വൽ ടു ഗെറ്റ് ഇമെയിൽ. അപ്പൊ നമ്മൾ ഈ മുമ്പത്തെ പേജിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യണ്ടാവും. ഇവിടെ ഈ ഒരു നെയിമാണ് ഈ കൺട്രോളിന് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബോക്സിന്. അപ്പൊ ഈ കൺട്രോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക് ഇവിടെ കിട്ടും. ഇവിടെ മൈ മെയിൽ എന്ന വേരിയബിൾ കിട്ടും. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാണ്. വെൽക്കം ഫസ്റ്റ്, ആ ഫസ്റ്റിന് ഉദ്ദേശിച്ച് അവിടെ ഏതാണ് നെയിം കൊടുത്താൽ വരും. വെൽക്കം രാഹുൽ എന്ന് പ്രിന്റ് ചെയ്യാം, അല്ലെ, അല്ലെങ്കിൽ രാജു, അവിടെ എന്താണ് ടൈപ്പ് ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ യുവർ ഇമെയിൽ അഡ്രസ് ഈസ്, അവിടെ ടൈപ്പ് ചെയ്ത മെയിൽ അഡ്രസ്സും പ്രിന്റ് ചെയ്ത് കിട്ടും. നോക്കാം എങ്ങനെ റൺ ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് അല്ലെ, നമ്മുടെ ഫയൽ നെയിം ഏതാണോ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക. ഗെറ്റ് പോസ്റ്റ്, ഇത് ഫസ്റ്റ് ലോഗിൻ ഗെറ്റ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ നെയിം ടൈപ്പ് ചെയ്യാൻ കൊടുക്കാം. ഇത് നെയിം കൊടുക്കാം arjun@gmail.com. ഓക്കെ, ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഒരു വേറെ പേജ് ലോഡ് ചെയ്തു. ആ പേജ് എന്തായി? വെൽക്കം അർജുൻ, അവിടെ ടൈപ്പ് ചെയ്താണ് ഇവിടെ വന്നത് അല്ലെ, arjun@gmail.com. നമുക്ക് എന്തും കൊടുക്കട്ടെ, ഒരു ABC എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സപ്പോസ് ABC, ഇവിടെ pqr@gmail.com. ഓക്കെ, കണ്ടോ, അവിടെ എന്ത് ടൈപ്പ് ചെയ്ത് അതുകൂടെ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഗെറ്റ് ഉപയോഗിച്ചാണ് പിക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഗെറ്റ് ഉപയോഗിച്ച് പിക്ക് ചെയ്തപ്പോൾ ഒരു കണ്ടന്റ് നോക്കി മനസ്സിലാക്കി. ഇത് കറന്റ് പേജ്, നമ്മൾ റൺ ചെയ്യുന്ന പേജ് ആണിത്. ഇതാണ് നമ്മൾ റൺ ചെയ്യുന്ന പേജ്. ഇവിടെ ഫയൽ നെയിം കണ്ടോ, ഏതാ ഫയൽ നെയിം കൊടുത്തത്? ലോഗിൻ ഗെറ്റ് ഡോട്ട് പി എച്ച് പി. ഇതാണ് പേജ് 1 സ്പേസ് ലോഗിൻ സ്പേസ് ഗെറ്റ് ഡോട്ട് പി എച്ച് പി. ആ പേജ് നമ്മൾ ഓപ്പൺ ആക്കി. അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു നെയിം കൊടുത്തു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടന്റ് മാറും, കാരണം വേറെ പേജിലാണ് ലോഡ് ചെയ്യുന്നത്. ഏതാ പേജ്? ആ പേജിൽ ടു വെൽക്കം ഗെറ്റ് ഡോട്ട് പി എച്ച് പി, ആ പേജിലോട്ട് ലോഡ് ചെയ്ത് വന്നു. ഇനി നോക്കിയേ, എഫ് നെയിം ഇസ് ഈക്വൽ ടു അർജുൻ, കണ്ടോ, നമ്മൾ അവിടെ പിക്ക് ചെയ്ത കണ്ടന്റ് ഇവിടെ വന്നു. ദെൻ ഇമെയിൽ ഇസ് ഈക്വൽ ടു ദിസ് മച്ച്. അപ്പൊ നമ്മളിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പാസ്വേഡ് അതുപോലെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണാൻ പറ്റും. അതാണ് ഗെറ്റ് ഉപയോഗിച്ചാണ് പ്രോബ്ലം. കറന്റ് ആ URL കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇത് ടൈറ്റിൽ ബാർ കണ്ടോ, ഈ ടൈറ്റിൽ ബാർ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ബാക്കി ഇനിയുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാ. ഇപ്പൊ ടാബ് ആയിട്ട് വരുന്നത്, ടാബ് അല്ലാതെ വലിയൊരു ടൈറ്റിൽ ബാർ ആയിട്ട് പഴയ വെർഷനിലൊക്കെ വരികയാണെങ്കിൽ അതുപോലെ ആ ടൈറ്റിൽ ബാർ കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഡോട്ട് എന്ന് കാണിക്കണം, ഇവിടെ കണ്ടോ ഡോട്ട്. അപ്പൊ ബാക്കിയുണ്ട് ആ ഫയൽ കംപ്ലീറ്റ്, ഈ ഒരു URL അവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇതന്നെ ഈ ഒരു കണ്ടന്റ്. ഓക്കെ, ഗെറ്റ് ഈ ഒരു കണ്ടന്റ് കംപ്ലീറ്റ്, ഗെറ്റ് പോസ്റ്റ് ഈ ഒരു കണ്ടന്റ്, ഈ ഒരു വാല്യൂ ടൈറ്റിൽ ബാർ ഡിസ്പ്ലേ ചെയ്തും അതേപോലെ അഡ്രസ് ബാറിലും വരും. അതുകൊണ്ടാണ് ഗെറ്റ് നമ്മൾ അധികം ഉപയോഗിക്കാത്ത, സെൻസിറ്റീവ് ഡാറ്റ സെൻഡ് ചെയ്യാം. ഇതേ കണ്ടന്റ് നമുക്ക് പോസ്റ്റ് വെച്ച് ചെയ്ത് നോക്കാം. സെയിം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ഫോർ വെൽക്കം ഡോട്ട് പോസ്റ്റ് PHP കൊടുത്തത്. ഇതാണ് ആ വേരിയബിൾ, ആ ഒരു നെക്സ്റ്റ് പേജ്. ഇവിടെ ഒറ്റ വ്യത്യാസമുണ്ട്, ഇവിടെ പോസ്റ്റ് ആക്കി. മുമ്പത്തെ പ്രോഗ്രാം എന്തായിരുന്നു? അവിടെ ഗെറ്റ് ആയിരുന്നു, കണ്ടോ, വേറെ ചേഞ്ചസും ഇല്ല. ഓക്കെ, അതേപോലെ ഈ സെക്കൻഡ് പ്രോഗ്രാം ഇവിടെ എഫ് നെയിം ഈ ഗെറ്റ് എന്നുള്ള രണ്ട് ഭാഗത്ത് എന്താവും, അവിടെ പോസ്റ്റ് ആയി മാറും. ഓക്കെ, കണ്ടോ, വേറെ ഒരു ചേഞ്ചസും ഇല്ല. ഇനി ഇതൊന്ന് റൺ ചെയ്ത് വെക്കാം. അതായത് ഈ 3 ലോഗിൻ പോസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 വെൽക്കം പോസ്റ്റ് എന്നത് വർക്ക് ചെയ്യും. നമുക്ക് അവിടെ ഡാറ്റ വരുന്നത് നോക്കാം. 3 ലോഗിൻ പോസ്റ്റ് ഡോട്ട് PHP, അർജുൻ ഒരു ഇമെയിൽ അഡ്രസ്. ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കണ്ടോ, അർജുൻ ആ ഇമെയിൽ അഡ്രസ്, കറക്റ്റ് ഇമെയിൽ അഡ്രസ് വന്നു. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയാൽ പോസ്റ്റിൽ വാല്യൂ കാണാണ്ടോ? ഇല്ല.
ഗെറ്റ് ഉണ്ടായ സമയത്ത് എന്തായിരുന്നു ആ കറക്റ്റ് അവിടെ പിക്ക് ചെയ്ത വാല്യൂ നെയിം ഇസ് ഈക്വൽ ടു എഫ് നെയിം ഈക്വൽ ടു അർജുൻ ഇമെയിൽ ഇസ് ഈക്വൽ ടു ഈ സംതിങ് ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണുമായിരുന്നു. പോസ്റ്റ് ഉപയോഗിച്ചപ്പോൾ കാണില്ല. അതുകൊണ്ടാണ് ഇത് ആർക്കും എന്നാൽ ഡയറക്റ്റ് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പൊ പോസ്റ്റ് സെൻസിറ്റീവ് ഡാറ്റ ഒക്കെ സെൻഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും, പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ മനസ്സിലായി. ഓക്കെ അല്ലേ? സോ ഇപ്പൊ നമ്മൾ രണ്ട് പേജ് ഒക്കെ കൊടുത്തു അല്ലെ. ഫസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് ലോഡ് ചെയ്തു. ഇത് രണ്ടും നമുക്ക് ഒരേ പേജിൽ തന്നെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഗെറ്റ് ഉപയോഗിച്ച് ചെയ്ത കൺസെപ്റ്റ് ആണ്. ഇതാണ് ആ ഡിസൈൻ ചെയ്തത്. ഫസ്റ്റത്തെ ഈ ഒരു സെയിം പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതേ പ്രോഗ്രാമാണ്. ഇവിടെ ഒരു ചേഞ്ചസും ഇല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് തന്നൊക്കെയാണ്. സെയിം കോഡ്. പക്ഷെ ഇവിടെ ഒറ്റ വ്യത്യാസമുള്ള ആക്ഷൻ ഈസ് ഈക്വൽ ടു ഒരു ലിങ്ക് കൊടുക്കാറുണ്ട് വേറൊരു പേജിലോട്ട്. നോക്കിയേ എന്ത് കൊടുത്തിട്ടുണ്ട്, ടു വെൽക്കം ഗെറ്റ് ഡോട്ട് പി എച്ച് പി. ഇതാണ് ആ ഫയൽ. ഈ ഒരു രണ്ടാമത്തെ ഫയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം സെയിം പേജിലാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ആക്കി കൊടുക്കുക. ഡബിൾ കോഡ്സ് മാത്രം കൊടുക്കുക. ആക്ഷൻ ഈസ് ഈക്വൽ ഡബിൾ കോഡ്സ്. ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് വർക്ക്. അപ്പൊ പി എച്ച് പിയുടെ കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് പ്യുവർ എച്ച് ടി എം എൽ കോഡാണ്. എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു. പി എച്ച് പി കോഡ് ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചു. ഇവിടെ പോസ്റ്റ് ഇഫ് ഗെറ്റ്, അതായത് ഇവിടെ ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട് ഇതുപോലെ $_ഗെറ്റ്. അതേ കൺസെപ്റ്റ് ഇവിടെ കൊടുത്ത് ഇഫ് ഗെറ്റ്, അവിടുന്ന് ഡാറ്റ ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുത്തു. ശേഷം ഫസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇനി മുമ്പത്തെ കോഡ് അതുപോലെ എഴുതുക. ഇവിടെ താഴെ കോഡ് എഴുതിയില്ലേ, സെയിം കോഡ് ഇവിടെ എഴുതിയുള്ള ഫസ്റ്റ് ഇമെയിൽ എക്കോ കൺസെപ്റ്റ് ഈ സെയിം കോഡാണ് ഇവിടെ എഴുതിയുള്ളത്. ആകെ ഒരു ചേഞ്ചസ് എന്ത് വന്നുള്ളൂ, ഇഫ് $_ഗെറ്റ്. അവിടുത്തെ ഡാറ്റ കിട്ടിയാൽ അത് ഡാറ്റ ടൈപ്പ് ചെയ്ത ഡാറ്റ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇനി പഴയ കോഡ് തന്നെ സെയിം കോഡ് എഫ് വെൽക്കം അഡ്രസ് പ്രിന്റ് ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കാം ഈ പ്രോഗ്രാം. ഫിഫ്ത്ത് ലോഗിൻ ആൻഡ് വെൽക്കം അർജുൻ. ഓക്കെ, സബ്മിറ്റ്. കണ്ടോ, ജസ്റ്റ് താഴെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നു. വേറൊരു പേജിലേക്ക് പോയില്ല, ആ കറന്റ് പേജ് തന്നെ നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് കിട്ടി. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെ വേറെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡാറ്റ അതുപോലെ. ഇമെയിൽ അഡ്രസ് വേണമെന്നില്ല, നമുക്ക് അതിനൊരു സെറ്റിംഗ്സും കൊടുത്തിട്ടില്ല. ജസ്റ്റ് എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഡാറ്റ ഈ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് സെയിം പേജിൽ നിന്ന് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോം ആക്ഷൻ ഡബിൾ കോഡ്സ് കൊടുത്താണ് ബ്ലാങ്ക് ആയിട്ട്. ഓക്കെ അല്ലേ? ഇത് ഗെറ്റ് വെച്ച് കൊടുത്താണ് ഇവിടെ വീണ്ടും വന്നു എഫ് നെയിം ഇസ് ഈക്വൽ ദിസ് മച്ച് ഇമെയിൽ ഈക്വൽ ടു ദിസ്. കണ്ടോ ഗെറ്റ്. ഇതേ കണ്ട് ഞാൻ പോസ്റ്റ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കോഡ് വ്യത്യാസം നോക്കി കണ്ടോ. ഇവിടെ ഉള്ള ഈ ഗെറ്റ് പോസ്റ്റ് മാറുന്നുണ്ട്, ഇവിടെയുള്ള ഈ ഒരു ഗെറ്റും പോസ്റ്റും ഇത് മാറുന്നുണ്ട്. വേറെ ഒന്നും മാറില്ല. ഇവിടെ ഒരു ഗെറ്റും പോസ്റ്റ് ഉണ്ട്, ഇവിടെയും പോസ്റ്റ് ഉണ്ട് ഗെറ്റ്. ഇതല്ലാതെ വേറെ ഒരു ചേഞ്ചസ് ഇല്ല. ഓക്കെ കേട്ടോ. അപ്പൊ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. പോസ്റ്റ് പേജ് 6-1 ലോഗിൻ ആൻഡ് വെൽക്കം പോസ്റ്റ് kiran@gmail.com. സബ്മിറ്റ്. കണ്ടോ, കിരൺ ഇവിടെ വന്നു, kiran@gmail.com. ഇവിടെ കണ്ടോ, ഇതില് URL കണ്ടന്റ് ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ, വേറൊരു പ്രോഗ്രാം നോക്കിയേ. സമ്മ് കാണാനല്ലേ. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, എൻ്റർ ദ സെക്കൻഡ് നമ്പർ. രണ്ട് ടെക്സ്റ്റ് ബോക്സ്. എഫ് നം ഫസ്റ്റ് നമ്പർ, എസ് നം സെക്കൻഡ് നമ്പർ. രണ്ട് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്ത ഒരു വാല്യൂസ് നെയിം സെറ്റ് ചെയ്ത് കൊടുത്തു ആ കൺട്രോളിന്. ഇനി ഡാറ്റ ഇവിടെ പിക്ക് ചെയ്ത് എങ്ങനെ, സെയിം ഫസ്റ്റ് ഈസ് ഈക്വൽ ടു $, പോസ്റ്റ് എഫ് നം. അപ്പൊ എഫ് നം ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തോ ആ ടൈപ്പ് ചെയ്ത കണ്ടന്റ് എവിടെ കിട്ടും, ഈ ഫസ്റ്റിൽ കിട്ടും. അതേപോലെ സെയിം കണ്ടന്റിനെ ഈ ഒരു സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സ് എന്ത് ടൈപ്പ് ചെയ്തോ അത് ഈ എസ് നം എന്നുള്ള ആക്സസ് ചെയ്തുകൊണ്ട് അത് ഇവിടെ സെക്കൻഡ് സ്റ്റോർ ചെയ്യും. ഇത് രണ്ട് വേരിയബിൾ എയും വേരിയബിൾ ബിയും. ഇനി എന്ത് ചെയ്യും, രണ്ടും ആഡ് ചെയ്യും. sum is equal to first number plus second number. ഈ പ്രിന്റ് ചെയ്യിക്കുക echo the sum of first number and second number is sum. ഓക്കെ, അപ്പൊ ഡാറ്റ അവിടെ നിന്ന് എങ്ങനെയാണ് റീഡ് ചെയ്യാന്നുള്ളത് മാത്രം പറഞ്ഞുതരാണ്. ഗെറ്റ് വെച്ചിട്ടും പോസ്റ്റ് വെച്ചിട്ടും റൺ ചെയ്തോക്കാം. സം ഡോട്ട് PHP. ഫസ്റ്റ് നമ്പർ 67, സെക്കൻഡ് നമ്പർ 19 ആഡ് ചെയ്യാം. സം ഓഫ് 67 and 19 is 86. ഇത് നമ്പറും കൊടുക്കാം. 1254. ക്ലിയർ അല്ലേ? നെഗറ്റീവ് നമ്പർ -25 5 ആഡ് ചെയ്തപ്പോൾ -20 കിട്ടി. ഏത് നമ്പർ ആണെങ്കിൽ 0 വെച്ച് ആഡ് ചെയ്യാം. 0 പ്ലസ് -9. ഓക്കെ, ഏത് നമ്പറും വർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? ഇത് ലാസ്റ്റ് പ്രോഗ്രാം കൂടെ. എൻ്റർ എ നമ്പർ അല്ലെ, ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു പ്രോഗ്രാം ഫാക്ടോറിയൽ അല്ലെ. ഒറ്റ നമ്പർ റീഡ് ചെയ്യുക. 5 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ എത്രയും കൗണ്ട് ചെയ്യണം. പ്രോഗ്രാം നമുക്ക് അറിയണം കേട്ടോ. ഇവിടുന്ന് ഡാറ്റ റീഡ് ചെയ്യണം. എഫ് നം എന്ന് പറഞ്ഞാൽ ഡാറ്റ റീഡ് ചെയ്യാൻ എത്ര ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ കാണണ്ടേ ആ നമ്പർ റീഡ് ചെയ്യും. ആ നമ്പർ ഇവിടെ കിട്ടിയില്ലേ, ഏതാ, പോസ്റ്റ് നം ഇസ് ഈക്വൽ ടു n എന്നാണ് നമ്പറിലെ കിട്ടിയത്. ഓക്കെ, അതിനുശേഷം ഫാക്ടോറിയൽ കാണുമ്പോൾ ഫാക്ട് ഇസ് ഈക്വൽ ടു 1 നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി 1 സെറ്റ് ചെയ്യണം. ഫാക്ട് ഇസ് ഈക്വൽ ടു 1. ദെൻ ഫോർ i is equal to 1, i less than or equal to n, i++. അറിയാം, ഫാക്ടോറിയൽ കാണാനുള്ള പ്രോഗ്രാം സിയിലും CPP ജാവയിലും എല്ലാം പഠിച്ചാണ്. അപ്പൊ ഇവിടെ ഫാക്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് സ്റ്റാർ i. ദെൻ ഫാക്ടോറിയൽ
n is എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിക്കാം. നോക്കാം. ഫാക്ടോറിയൽ ഡോട്ട് പി എച്ച് പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ നമ്പർ, നമ്മൾ 5 എൻ്റർ ചെയ്തു, സബ്മിറ്റ്. എത്ര ആയിരിക്കും? 120. 7, ഓക്കെ, 15, വലിയൊരു വാല്യൂ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വലിയ ഇൻറ്റിജർ റെപ്രസെന്റേഷൻ വെച്ച് നമുക്ക് ന്യൂമറിക് നമ്പറിൽ ഇങ്ങനെ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.